നടനും മോഡലും ബിഗ് ബോസ് താരവുമായ ഷിയാസ് കരീമിനെ അറിയാത്ത മലയാളികൾ കുറവായിരിക്കും. പെരുമ്പാവൂർ സ്വദേശിയായ ഷിയാസ് പ്രമുഖ അഡ്വർടൈസർ കമ്പനിയിലെ മോഡേൺ ആയിരുന്നു. നിരവധി മുൻനിര ബ്രാൻഡുകളുടെ ദേശീയ അന്തർദേശീയ മോഡലായി റാമ്പിൽ എത്തിയ ഷിയാസിൻ്റെ ജീവിതം ബിഗ് ബോസിൽ എത്തിയതോടുകൂടിയാണ് കൂടുതൽ കളറായത്. പേരും പ്രശസ്തിയും താരത്തിന് ലഭിച്ചതും ബിഗ് ബോസിൻ്റെ ഭാഗമായതിന് ശേഷം തന്നെയാണ്. ബിഗ് ബോസ് ആദ്യ സീസണിൻ്റെ അവസാന ലാപ്പ് വരെ ഷിയാസ് ഉണ്ടായിരുന്നു. കപ്പ് നേടുമെന്ന് വരെ പ്രേക്ഷകർ പ്രതീക്ഷിച്ച മത്സരാർത്ഥിയായിരുന്നു. ഒന്നാം സ്ഥാനം കിട്ടിയില്ലെങ്കിലും ജനമനസ്സിൽ ഇടം നേടാൻ കഴിഞ്ഞു. ഇപ്പോഴിതാ ജീവിതത്തിലെ ഏറ്റവും ധന്യമെന്ന് തോന്നുന്ന നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ് നടൻ. കാത്തിരുന്ന കൺമണി എത്തിയിരിക്കുന്നു. ഒരു ആൺകുഞ്ഞിൻ്റെ ബാപ്പയായി താനെന്ന് നടൻ തന്നെയാണ് തൻ്റെ പ്രിയ പ്രേക്ഷകരെ അറിയിച്ചത്. ആശംസാ പ്രവാഹമാണ് താരത്തിനും ഭാര്യയ്ക്കും ലഭിക്കുന്നത്. കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് രാജകുമാരൻ എത്തിയ സന്തോഷത്തിലാണ് നടൻ്റെ കുടുംബം. ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് ഭാര്യ ഗർഭിണിയാണെന്നും വൈകാതെ ഒരു കുഞ്ഞ് അതിഥി കുടുംബത്തിലേക്ക് എത്തുമെന്നും നടൻ അറിയിച്ചിരുന്നത്. അതെ, ഞങ്ങൾ മമ്മയും ഡാഡയും ആകാൻ പോകുന്നു. ഞങ്ങൾ പ്രഗ്നൻ്റ് ആണ് എന്ന് വെളിപ്പെടുത്താനുള്ള സമയമായി. ഞങ്ങൾ പരസ്പരം ബേബി എന്ന് വിളിക്കുന്നതിൽ നിന്നും ഞങ്ങൾക്കൊരു ബേബി എന്നതിലേക്ക് കാര്യങ്ങൾ മാറുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങൾക്ക് വേണമെന്നാണ് ഷിയാസ് കുറിച്ചത്. ഒപ്പം ഭാര്യ ദർഫയുടെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിൽ നിന്നുള്ള ചിത്രങ്ങളും താരം പങ്കുവച്ചിരുന്നു. കുഞ്ഞിൻ്റെ ഫോട്ടോയോ മറ്റ് വിവരങ്ങളോ താരം പങ്കിട്ടിട്ടില്ല. ജൂനിയർ ഷിയാസിനെ കാണാൻ കാത്തിരിക്കുകയാണെന്നാണ് കമൻറ്റുകളുള്ളത്. 2024 നടൻ്റെ വിവാഹം. തൻ്റെ കുടുംബത്തിലും ജീവിതത്തിലും സന്തോഷവും വെളിച്ചവും തിരികെ വന്നത് ദർഫയുടെ വരവോടെയാണെന്ന് ഷിയാസ് പലപ്പോഴായി പറയാറുണ്ട്. ആദ്യം മറ്റൊരു പെൺകുട്ടിയുമായി ഷിയാസിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. അതിന് പിന്നാലെ ചില കേസും വിവാദങ്ങളും വന്നതോടെ ആ ബന്ധം നടൻ അവസാനിപ്പിക്കേണ്ടി വന്നു. ശേഷം ഷിയാസിൻ്റെ ഇതുവരെയുള്ള ജീവിതം നന്നായി മനസ്സിലാക്കി ഒപ്പം കൂടിയ ആളാണ് പിന്നീട് ജീവിത പങ്കാളിയായ ദർഫ. ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് താരം പെണ്ണ് കാണാൻ പോയ പെൺകുട്ടികളിൽ ഒരാളായിരുന്നു ദർഫ. അന്ന് ദർഫയ്ക്ക് പ്രായം കുറവാണെന്ന് തോന്നിയതിനാൽ ആലോചന വേണ്ടെന്ന് വെക്കുകയായിരുന്നു. ഇരുവരും തമ്മിൽ 12 വയസ്സ് പ്രായവ്യത്യാസമുണ്ട്.